ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫുൾ മൂണിനോടനുബന്ധിച്ച്, അതായത് ഈ വീക്കിലെ ഫുൾ മൂണുണ്ട്, അതുകൂടാതെ നമ്മുടെ വാലൻറ്റൈൻസ് ഡേയും വരുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 2 ഫയലാണുള്ളത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും അനുയോജ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ എന്ന് പറയുന്നത് ഒരു പിങ്ക് ലവും സെക്കൻഡ് പൈൽ റെഡ് ലവുമാണ്. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. എനിക്ക് റീഡിങ്ങിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കമൻറ്റാണ്, ഞാൻ റിയൽ ടാരറ്റ് റീഡറാണോ, അപ്പോൾ എന്തുകൊണ്ടാണ് കാർഡ് റീഡ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കമൻറ്റ് വന്നത്. ഞാൻ റിയൽ ടാരറ്റ് റീഡർ തന്നെയാണ്. എനിക്ക് എൻ്റെ ഒരു പ്രൊഫഷനല്ല ടാരറ്റ് കാർഡ് റീഡിങ്, പക്ഷേ എനിക്ക് വളരെയധികം പാഷനുണ്ട്. ഞാൻ അസ്ട്രോളജിയിൽ അസ്ട്രോളജിയും അതോടൊപ്പം തന്നെ കൈനോട്ടവും ടാരറ്റ് റീഡിങ്ങും എല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ പ്രൊഫഷൻ ഇതല്ല. എൻ്റെ പ്രൊഫഷനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും വീഡിയോസ്, കാരണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒരു വീഡിയോയിലും പോയി പറയാത്ത കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ കാർഡ് റീഡ് ചെയ്യണ തന്നെ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ഒരാളോ അല്ലെങ്കിൽ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് എടുക്കാനുള്ള സമയമൊന്നും എനിക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് മനസ്സിന് തോന്നുക, അല്ലെങ്കിൽ യൂണിവേഴ്സ് തോന്നിപ്പിക്കുക, അങ്ങനെ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചിലപ്പോൾ ഞാൻ ഫ്രീ ടൈം ഒരുപാട് സമയം ഇരുന്നാൽ പോലും ചിലപ്പോൾ എനിക്ക് അന്ന് വീഡിയോ ചെയ്യാനൊന്നും തോന്നത്തില്ല. ഞാൻ എൻ്റെ വീഡിയോസ് നോക്കിയാൽ തന്നെ അറിയാം, ചിലപ്പോൾ 2-3 മാസം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസുമായിട്ട് വരുന്നത്. എനിക്ക് യൂണിവേഴ്സ് തോന്നുന്ന സമയം, അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർ വിഷമിക്കുന്ന തോന്നുന്നു, അങ്ങനെയുള്ള ചില തോന്നുന്ന സമയത്താണ് എനിക്ക് വീഡിയോസ് ചെയ്യാൻ എനിക്ക് തോന്നാറുള്ളത്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളല്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത് തന്നെയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നണമെന്നില്ല. എനിക്ക് തോന്നുന്ന ടൈമിലല്ല, എനിക്ക് സാധിക്കുന്ന സമയത്ത്. ഞാൻ പറയുന്നത്, എൻ്റെ ഒരു വിശ്വാസം ഇതാണ്, ഞാൻ യൂണിവേഴ്സിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്. യൂണിവേഴ്സ് എന്നെക്കൊണ്ട് തോന്നിപ്പിക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് ഞാനിതിലേക്ക് എത്തുന്നതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് കിട്ടിയപ്പോൾ, നാളെ ഇപ്പോൾ സൺഡേ ആണ്, ഏതെങ്കിലും ഒരു ടൈം മാക്സിമം എടുത്തിട്ട് ഞാൻ കാർഡ് റീഡ് ചെയ്യാം. പഴയ കാർഡ് ഞാൻ റീഡ് ചെയ്യുന്ന സമയത്തും ഞാൻ കാർഡ് ഇട്ടിട്ട് അതിന് ശേഷം വീഡിയോ എടുത്തിട്ടൊക്കെയാണ് ഇടുന്നത്. ഇപ്പോൾ ലൈവായിട്ട് കാർഡ് റീഡിങ് ചെയ്യണമെന്ന്. അപ്പോൾ നാളെ സൺഡേ ആണ്, ഞാൻ മാക്സിമം ശ്രമിക്കും, എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നാളെ ലൈവായിട്ട് തന്നെ കാർഡ് റീഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിട്ട് റീഡിങ് എന്ന് പറയുന്നത്, ഇത് കാണുന്ന ആൾക്കാർ കൂടുതൽ പേരും ഒരു സെപ്പറേഷൻ പീരീഡിൽ, വളരെ വലിയൊരു സെപ്പറേഷൻ പീരീഡിലൊക്കെ കഴിയുന്ന ഒരാൾക്കാരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, എൻ്റെ വീഡിയോസിൽ ആ കഴിഞ്ഞ ദിവസം വന്ന സെയിം എനർജി ഇതിൽ കാണുന്നുണ്ട് പല കാർഡുകൾ. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് മിണ്ടാൻ ഒരവസരം കാത്തു നിൽക്കുന്നൊരു സമയമാണ്. അത് ഒരു വാലൻറ്റൈൻ ഡേ ആയിട്ട് സംസാരിക്കാൻ വരുന്നു എന്നതിനപ്പുറം കൂടുതലും എനിക്ക് ഈ കാർഡ് കാണുന്നത് ട്വിൻ ഫ്ലെയിംസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എനർജി ന്യൂ മൂൺ തൊട്ട് ഫുൾ മൂൺ വരെയുള്ളൊരു സൈക്കിളിൽ ഫുൾ മൂൺ ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകാൻ സാധിക്കുന്നൊരു ടൈമാണ് ഈ വീക്ക് വരുന്നത്. നിങ്ങളുടെ കുറേ എനർജി ഷിഫ്റ്റിങ് നടക്കും. ശരിക്കും എനിക്ക് തോന്നുന്നത് ഇത് കാണുന്നവരുടെ പേഴ്സണുമായിട്ട് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 ഇയർ, അതിൽ ഏറ്റവും ഡീപ്പ് ക്രൂഷ്യൽ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 മന്ത്സ് മിണ്ടാതിരുന്നിട്ട് സംസാരിക്കാതിരുന്നിട്ടൊക്കെ വളരെ കുറച്ച് നാളല്ല, ശരിക്കും മിണ്ടാതിരിക്കാനൊക്കെ തുടങ്ങിയിട്ടൊരു 1 മന്തിനകം ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഓൾറെഡി സെയിം എനർജി വരുന്നതുകൊണ്ട് തന്നെ പറയുകയാണ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എങ്കിലും ഈഗോ കാരണം മിണ്ടാത്ത ആൾക്കാരാണ്. നിങ്ങൾ ഉറപ്പിച്ചോളുക, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ന്യൂ മൂണിൻ്റെ സമയത്ത്
വല്ലാണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തതിൽ സ്ട്രഗിൾ ചെയ്യും. ഓൾറെഡി സ്ട്രഗിൾഡ് ആണ്. അത് വളരെ ഹൈലി സ്ട്രഗിൾ ചെയ്ത് ശരിക്കും ഒരു അവസരം ഉണ്ടാക്കി എടുത്ത് സംസാരിക്കാൻ വരുന്ന ഒരു ടൈമാണ് അത്. വാലൻറ്റൈൻസ് ഡേ വരെ പോകണമെന്നില്ല. എന്തായാലും വാലൻറ്റൈൻസ് ഡേക്കുള്ളിൽ തന്നെ എന്താ പറയുക, ഫ്രൈഡേക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കും. കാരണം മാനസികമായിട്ട് തന്നെ സമ്മർദ്ദം കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് വയ്യ. ഇതിലൊരു ഡീപ്ലി തേർഡ് പാർട്ടി ഉണ്ടായിരുന്നൊരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പം തേർഡ് പാർട്ടീസും ഇല്ല, ആരുമില്ല. എന്തായാലും പേഴ്സൺ വന്നിട്ട് എന്താ പറയുക, വളരെ വേഗത്തിൽ സംസാരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുമാണ്. പിന്നെ നിങ്ങളുടെ പേഴ്സണ് ഉറക്കക്കുറവ് നല്ല രീതിയിലുണ്ട്. അതുപോലെ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ശാരീരിക ഘടനയില്ല. നിങ്ങൾ നേരിട്ട് കാണുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചോളുക. ഹെൽത്തൊക്കെ വളരെ വീക്കാണ്. കാരണം ആൾ മെൻ്റലി വീക്കായത് കൊണ്ട് തന്നെ ഹെൽത്തൊക്കെ വളരെ വീക്കാണ്. നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് ഉല്ലസിച്ച് നടന്നൊരു സമയത്തല്ല, നിങ്ങളോട് ദേഷ്യത്തിലാണെങ്കിലും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഉള്ള ആളല്ല. ഹെൽത്ത് വീക്കാണ്. അതുപോലെ തന്നെ ആൾ കുറേ ഡള്ളായി പോയിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഡാർക്ക്നെസ്, ഫേസ് ഡാർക്ക്നെസ്, അതുപോലെ അങ്ങനെയുള്ള കുറേ ചേഞ്ചസ് ആളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഫിസിക്കലി, മെൻ്റലി ആൾക്ക് ഉറക്കമില്ല, വളരെയധികം സമ്മർദ്ദമാണ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് കഴിയും തനിയിരുന്ന് സംസാരിക്കാൻ തോന്നുക, അങ്ങനെയുള്ള ഒരുപാട് ബിഹേവിയറൽ ചേഞ്ചസൊക്കെ ഉള്ളൊരു പേഴ്സണാണ് കേട്ടോ. ആ ഒരവസ്ഥയിലേക്ക് ആ ആൾ എത്തിയിട്ടുണ്ട്. പുള്ളിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ സംസാരിക്കാനൊന്നും ചെല്ലണ്ട, താനേ വന്ന് നിങ്ങളുടെ അടുത്ത് സോറി പറഞ്ഞ് നിങ്ങൾ പറയുന്ന മുഴുവൻ കണ്ടീഷൻസും അംഗീകരിച്ച് വരാനുള്ള ലെവലിലാണ്. അതിൻ്റെ ഏറ്റവും ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇത് കാണുന്നവരുടെയും കൂടെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ, നിങ്ങളും എന്താ പറയുക, ഒന്ന് മിണ്ടിയിരുന്നെങ്കിലെന്ന് വളരെയധികം മാനിഫെസ്റ്റ് ചെയ്ത് സ്പെല്ലിങ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ. പേടിക്കേണ്ട, എന്തായാലും വാലൻറ്റൈൻസ് ഡേക്ക് മുന്നേ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഇനി സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഒരു ട്രാവൽ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ഒരു എന്താ പറയുക, ഒന്നെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ട്രാവലിനൊരുങ്ങുകയാണ്. പക്ഷെ ആ ട്രാവല് നിങ്ങൾക്കത്ര ഇഷ്ടമുള്ളൊരു ട്രാവലല്ല നിങ്ങളുടെ പേഴ്സൺ ചെയ്യാനൊരുങ്ങുന്നു. നിങ്ങളതുമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിൻ്റെ പേരിലോ അല്ല ട്രാവലിനെ കുറിച്ചുള്ള കാര്യത്തിൽ നേരത്തെ, ഇപ്പോഴല്ല കുറേ നാളിന് മുമ്പോ ഒക്കെ നിങ്ങളതിൽ നെഗറ്റീവാണ് പറയുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മറ്റ് കാരണങ്ങൾ പറഞ്ഞ് ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് ലൈഫിൽ നിന്ന്. സെപ്പറേഷൻ പീരീഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, രണ്ടുപേരുടെ ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിവാക്കി ഒരു നിശ്ചിത ദൂരത്തിലേക്ക് മാറ്റി നിർത്തുകയാണ്. പുള്ളിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ പോയിട്ടില്ല, നിങ്ങൾക്കും അറിയാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ മാറ്റി നിർത്തപ്പെടൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ അത് കൂടുതലും. അതുപോലെ ഇത് കാണുന്ന മറ്റു കുറച്ച് പേരെന്ന് വെച്ചാൽ എന്താ പറയുക, മാറ്റി നിർത്തൽ സഹിക്കാതെ ഇനി വേണ്ട എന്നും പറഞ്ഞ് തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണ്. കാരണം ആ പേഴ്സണെ കാണുമ്പോൾ എനിക്ക് വേണ്ട എന്നുള്ള ഭാവത്തിൽ തന്നെയുള്ള ബിഹേവിയർ എല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക, ദേഷ്യം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാളുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഹാപ്പിയസ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ പേഴ്സൺ മതി എന്നൊരു ഇതിൽ പ്രാർത്ഥിച്ച് വട്ടാകുന്നൊരവസ്ഥ നടക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പേഴ്സൺ ന്യൂ മൂൺ ടൈം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 വീക്സിനുള്ളിൽ ഫുൾ മൂൺ ടൈം കഴിഞ്ഞിട്ട് അടുത്ത 2 വീക്സിനുള്ളിൽ, അടുത്ത ന്യൂ മൂണിന് മുമ്പായിട്ട് നിങ്ങളോട് സംസാരിക്കും. പക്ഷേ സംസാരിച്ചാലും ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കിടയിൽ വീണ്ടും ഒരു ഡിസ്റ്റർബൻസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ
നിങ്ങൾ ചിന്തിക്കുന്ന ആറ്റിറ്റ്യൂഡിലല്ല, നിങ്ങൾ പറയുന്ന ആ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷൻ പവറും ഒക്കെ കൊണ്ട് വീണ്ടും എന്താ പറയുക, ഒരു അർത്ഥ മനസ്സോടുകൂടി, അതായത് നിങ്ങളും അർത്ഥ മനസ്സിലായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞൊരു കോംപ്രമൈസ് ചെയ്ത അവസ്ഥയല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടും നിങ്ങളുടെ പേഴ്സൻ്റെ മാറ്റി നിർത്തപ്പെടുന്ന ആ പീരീഡിലെ കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ ചില സമയങ്ങളിൽ മാറ്റി നിർത്തപ്പെടുന്നത്. അത് കഴിയുമ്പോഴും വീണ്ടും ഒരു റീജോയിൻ അല്ല റീയൂണിയൻ എന്ന രീതിയിൽ നിങ്ങൾ വന്നാലും വീണ്ടും നിങ്ങളുടെ മനസ്സിലും അവരുടെ മനസ്സിലുമൊക്കെ ചില കരടുകളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടൊരു എന്താ പറയുക, ഒരു ഗ്യാപ്പിങ്ങിന് തന്നെ സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഒരു കാർമിക് സൈക്കിൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഓരോ സൈക്കിൾ കഴിയുന്തോറും ഓരോ കാലഘട്ടങ്ങൾ, ഇപ്പോൾ ചിലരിൽ എനിക്ക് തോന്നുന്നു ഇതിൽ കോമൺ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രീവിയസ് ഇയറിലെ സെയിം മന്തിൽ തന്നെയായിരിക്കും നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടാവുക. അതേ സെയിം മന്തിലായിരിക്കും നെക്സ്റ്റ് ഇയറിൽ. അപ്പോൾ ചില മാസങ്ങൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും. ആ നിങ്ങളുടെ സൈക്കിൾ ആവർത്തിക്കുകയാണ്. ആ സൈക്കിൾ എൻഡായിട്ട് ഒരു ന്യൂ സൈക്കിൾ തുടങ്ങുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മാറുക എന്നല്ല, ഒരേ സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോവുക. അവർ വരുമ്പോൾ വരട്ടെ, അല്ലാതെ അവരുമായിട്ട് ഉടക്കുന്ന സമയത്ത് തന്നെ അവർ വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവരെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ ഓടിച്ചെന്ന് സംസാരിച്ച്, ആ കാറ്റഗറിയിൽപ്പെട്ട മനസ്സിന് ഉറപ്പില്ലാത്ത കുറച്ച് ആൾക്കാരാണിത് കാണുന്നത്. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചിന്തിച്ച് തുടങ്ങുമ്പോൾ, നിങ്ങൾ അവരെ ചേസ് ചെയ്യാതിരിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പം എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും ആലോചിച്ച് തീരുമാനം എടുക്കുക. ഇതൊരു ചെറിയ റീഡിംഗ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. റെസനേറ്റ് ആവുകയാണെങ്കിൽ മെസ്സേജ് ഇടുക. ഓക്കെ, താങ്ക് യു.